വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഹാപ്പി. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, എന്നാലും ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി. അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി യൂട്യൂബ് ഇപ്പോൾ ഇല്ലയോ എന്നൊക്കെ. വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ എനിക്ക് കണ്ടല്ലോ കുട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടുവിൻ്റെ കൂടെ കുറേ സമയം പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടുവിനെ കൊണ്ടുവരാനും നാട്ടിൽ വന്ന തിരക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ തിരക്കിലായതുകൊണ്ടാണ്. പിന്നെ ജോലി സംബന്ധമായ തിരക്കൊക്കെയാണ്. പിന്നെ നമുക്ക് നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങാം. അതായത് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ പോയൊരു വീഡിയോ, അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പോയ വിഷു ഒക്കെ ആഘോഷിച്ച് അങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ കുട്ടുമായിട്ട് ഞാൻ തിരികെ വന്നു. പിന്നെ കുട്ടുവിൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. കുട്ടു ഇവിടെ പഠിക്കാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. നേരത്തേതിനെക്കാട്ടിയും കുട്ടു ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. വളരെ നല്ലൊരു ഫ്രണ്ടാണ് കുട്ടു, എൻ്റെ മോളെന്നതിലുപരി. സോ ഞങ്ങളിപ്പം ഞങ്ങൾ കണ്ടോ ഒരേപോലെ തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയിലാണ്, സന്തോഷത്തിലാണ്. അപ്പം കൂടുതൽ വീഡിയോകൾ ചെയ്യണം. അപ്പോൾ നമ്മൾ നിർത്തിയിടത്ത് തന്നെ തുടങ്ങുന്നത്, ഞാൻ ലെസ്റ്ററിൽ പോയി കുട്ടുവിന് കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ ആ ഒരു വീഡിയോ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ തുടർച്ചയായിട്ട് ഇനി അടുത്ത വീഡിയോകൾ, അതുപോലെ ഇനി ഇൻ്റർനാഷണൽ യോഗ ഡേ വരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്, യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിനെ പറ്റി തിരക്ക് പിടിച്ചിട്ടാണ് എനിക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തത്. സോ ഇനി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും. സോ പിന്നെ കുട്ടൂൻ്റെ ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളിലാണ് കേട്ടോ. എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി നേരെ ലെസ്റ്ററിലേക്ക് പുറപ്പെട്ടു. കുട്ടു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുട്ടുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നേരെ അവിടെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് അവിടേക്ക് എത്തി. അപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള എല്ലാ ആർജേസും വരുന്നുണ്ട്. അതൊന്നുമല്ല, സ്പെഷ്യൽ സെലിബ്രിറ്റീസൊക്കെ വരുന്നുണ്ട്. നമ്മൾ അവരെ കാണാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി വന്ന് തുടങ്ങി. RJ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു വൈബിലോട്ട് എത്തിയിട്ടില്ല. ശരിക്കും മറ്റുള്ള RJസിനെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളൊരു സന്തോഷം, അവരുടെ ഒരു എനർജി, അവരുടെ ഒരു വൈബ്രേഷൻ, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ കുട്ടുവിൻ്റെ ഒരു സന്തോഷം. പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കുറേ സെൽഫി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര എനർജറ്റിക്കാണ്. ശരിക്കും നമ്മളെ നല്ല എനർജി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് എത്തും. പിന്നെ ഒരു സന്തോഷം കണ്ടോ, മിഥുൻ ചേട്ടൻ സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട ആളുകളാണ് മിഥുൻ ചേട്ടൻ. അതേപോലെ തന്നെ ഹണി റോസ്, അതുപോലെ തന്നെ പാട്ടുകാരായിട്ടുള്ള മെറിൻ ഗ്രിഗറി, പ്രദീപ് ബാബു, ഇവരെയൊക്കെ നേരിട്ട് കണ്ടു. ഹണി റോസ് വന്നപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അയ്യോ അറിയിക്കാൻ പറ്റില്ല, പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുക, നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ RJs ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് പ്രൊഫഷണലായിട്ട് നിൽക്കണം എന്ന് മാത്രം കരുതി. പിന്നെ അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു ഫുഡ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ശരിക്കും അവരുടെ ഒരു വൈബ് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഞാൻ എൻ്റെ പുതിയ പ്രൊഫൈലാണല്ലോ RJ, അപ്പോൾ ഞാൻ എന്തൊക്കെ തരത്തിൽ ഞാൻ അപ്ഡേറ്റ് ആവണം, ഇതൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ കൂടിയപ്പോൾ ഉള്ളൊരു സന്തോഷം. പിന്നെ ഹണി റോസ് മാത്രമല്ല, ഹണി റോസിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി. ശരിക്കും ഇത്രയും സൗന്ദര്യമുള്ളൊരു നായികയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, എനിക്കൊരു ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനത് അങ്ങനെ തന്നെ കാണിച്ചു പോകും. അതാണ് എൻ്റെ ഒരു തനി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അത് അറിയുകയും ചെയ്യും. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. എത്ര തരം ഫുഡുണ്ടെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ കഴിച്ചു. പക്ഷേ ഭയങ്കര സന്തോഷം. കുട്ടു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കിയേ എന്ത് രസമായിട്ടാണെന്ന് അറിയാമോ, നമ്മുടെ ബ്യൂട്ടീഷ്യൻ ഷീയുടെ മേക്കപ്പായിരുന്നു. RJസിന് വേണ്ടി സ്പെഷ്യൽ മേക്കപ്പ് സെഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റിസപ്ഷനിൽ ആ പ്രോഗ്രാമിന് വേണ്ടി റേഡിയോ ലെമൺ ലൈവ് UKയുടെ ആ ഒരു ഷോയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴുള്ള സന്തോഷം, അതും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അങ്ങോട്ട് ക്രൗഡ്
കൂടെ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. നാട്ടിൽ വലിയ വലിയ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ UK ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വേദി, അതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആ ഒരു സ്റ്റേജിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അതിനുശേഷം നമ്മുടെ മാളവിക അനിൽകുമാർ, അതുപോലെ തന്നെ മെറിൻ ഗ്രിഗറി, പ്രദീപ് ബാബു, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള അടിപൊളി ഗാനമേള. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്നത് കാണാൻ പറ്റില്ല, എല്ലാവരും ഡാൻസ് ചെയ്യുമായിരുന്നു. എൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിസ്ഥാനപരമായ സ്വഭാവമാണ് ഈ ഡാൻസ് കളിക്കുക എന്നുള്ളത്. അതെന്തായാലും ഞാൻ കാണിക്കും. കുട്ടു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കുട്ടുവിനെ ആണെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല. കുട്ടു എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പുതിയ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി, എല്ലാവരും കമ്പനി. അവളുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവൾ യൂട്യൂബിൽ കുറേ നാൾ കൊണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് പരിചയമുള്ള യൂട്യൂബേഴ്സായിട്ടുള്ള വ്ളോഗേഴ്സായിട്ടുള്ള നമ്മുടെ ആദംസ് ആപ്പിളിൻ്റെ ചാനൽ ചെയ്യുന്ന ആകാശ്, അതേപോലെ തന്നെ ഒരു ചേച്ചിയുണ്ട് റീന എന്ന് പറഞ്ഞ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ കണ്ടു. പിന്നെ ഹണി റോസ് സ്റ്റേജിലേക്ക് കയറി മിഥുൻ ചേട്ടൻ്റെ വമ്പൻ ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഹണി റോസിൻ്റെ ഒരു സാന്നിധ്യം, ആ ഒരു സൗന്ദര്യം, എന്നാ രസം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നി. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇതേപോലെ വരും, ആഘോഷിക്കാനുള്ള അവസരങ്ങൾ വരും. അപ്പം അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അവസരമാണ് അവിടെ കണ്ടത്. എനിക്ക് വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് കുട്ടുവിന് കൊടുക്കാൻ പറ്റുന്ന, കുട്ടു ഇത്രയും നല്ലൊരു പ്രോഗ്രാം UK വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം അവൾക്ക് കൊടുത്ത ഏറ്റവും അടിപൊളി ഒരു ഗിഫ്റ്റാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി ലിയോൺ, നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ട പരിചയം കാര്യങ്ങളുള്ള സണ്ണി ലിയോൺ, അവരുടെ ഒരു എൻട്രി, അതേപോലെ അടിപൊളി DJ, പാട്ട്, ഡാൻസ് എന്ന് വേണ്ട ഫുഡ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സന്തോഷം. ശരിക്കും UK വന്ന് മിസ്സായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരികെ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു സന്തോഷം. കുട്ടുവിൻ്റെ ഒരു സന്തോഷം കാണുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ആ ഒരു ആകാശിനോടൊപ്പമുള്ള കുട്ടുവിൻ്റെ ഒരു ഡാൻസ് എന്നാ വൈബായിരുന്നു അറിയാമോ. കുട്ടു അങ്ങനെ സന്തോഷിച്ച് തുള്ളുമായിരുന്നു. അത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് ഞാനും ഇങ്ങനെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഡാൻസ് ഞാൻ കളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇവരുടെ വൈബിനനുസരിച്ച് എത്തേണ്ട. UK എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഇത്രയും അടിപൊളി അനുഭവമാണ്. അപ്പം എന്തൊക്കെ തന്നെ ആയാലും ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം തന്നത് റേഡിയോ ലെമൺ ലൈവ് UK ആണ്. അപ്പോൾ റേഡിയോ ലെമൺ ലൈവ് UKക്ക് ഏറ്റവും അധികം നന്ദി. രാജു ബ്രോയ്ക്ക് നന്ദി. അതുപോലെ തന്നെ ഇങ്ങനെ ഹണി റോസിൻ്റെ അമ്മയും അച്ഛനും അവരെയൊക്കെ കാണാൻ പറ്റി. കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള RJസിനെ പരിചയപ്പെടാൻ പറ്റി. എന്തൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ സന്തോഷമായിട്ടിരിക്കാനുള്ളൊരു തീരുമാനം, ചിന്ത, അതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും 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 എല്ലാവരോടും പറയുന്നു, സന്തോഷമായിട്ടിരിക്കുക. എന്ത് തന്നെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.